അങ്ങനെ ആപ്പിളിൻ്റെ iOS 26.2 അപ്ഡേറ്റ് റിലീസ് ചെയ്ത് 5 ദിവസം നമ്മൾ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള അതിൻ്റെ ഫോളോ അപ്പ് റിവ്യൂ ആണ്. ഈ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്ത് ഇത്രയും ദിവസത്തെ എൻ്റെ എക്സ്പീരിയൻസും അതോടൊപ്പം യൂട്യൂബിൽ നിങ്ങൾ കമൻസ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടും നിങ്ങളുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്, അതിൽ നിന്ന് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, ആ ബഗ്ഗുകൾ എങ്ങനെ നിങ്ങൾക്ക് പരിഹരിക്കാം, അതിനുള്ള എല്ലാ സൊല്യൂഷൻസും, പ്രത്യേകിച്ച് ബാറ്ററി പെർഫോമൻസ്, അതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. സോ ഇത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ആദ്യം തന്നെ പെർഫോമൻസ് ആൻഡ് ബാറ്ററി എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. അതിൽ ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം 2 തവണ മാത്രമാണ്, അതായത് കോൾ വിളിക്കുമ്പം സ്പീക്കർ കണ്ടിന്യൂസ്ലി ആ ഒരു സൗണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി കേൾക്കുന്ന ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇങ്ങനെ ആ റിംഗ് ടൂൺ കണ്ടിന്യൂസ്ലി സ്പീക്കർ പ്ലേ ചെയ്യുന്ന ആ ഒരു ബഗ് 2 തവണയാണ് ഞാൻ ഫേസ് ചെയ്തത്. ഇത് 2ാമത്തെ തവണ ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. റീസ്റ്റാർട്ട് ചെയ്ത് ഡിവൈസ് ഓൺ ആയി കഴിഞ്ഞപ്പം അങ്ങനത്തെ ആ ഒരു ബഗ് പിന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല ഇതുവരെ. 2 തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, പ്രത്യേകിച്ച് വാട്സാപ്പ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പം താഴത്തെ ഈ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് ടാബ് വ്യൂ. ആ ടാബ് വ്യൂ എനിക്ക് കാണുന്നില്ലായിരുന്നു. സോ ഞാൻ സ്ക്രോളൊക്കെ ചെയ്ത് നോക്കി, എന്നിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ ഫോഴ്സ് റീസ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ചെയ്തിട്ട് ക്വിറ്റ് ചെയ്തപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയപ്പം ആ ഒരു ബഗ്ഗും ഫിക്സ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാട്സാപ്പിനും ഇതുപോലെ ഒരു ചെറിയ ബഗ് വന്നായിരുന്നു. സോ ആപ്ലിക്കേഷൻസ്, നമ്മൾ യൂസ് ചെയ്യുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് മസ്റ്റായിട്ടും ഓരോ അപ്ഡേറ്റിന് ശേഷവും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണോ അതിലെല്ലാം അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കും മിക്കവാറും. ഇപ്പോൾ ഇവിടെ തന്നെ ഇൻസ്റ്റഗ്രാമിന് ദിസ് ലേറ്റസ്റ്റ് വേർഷൻ കണ്ടെയ്ൻ ബഗ് ഫിക്സസ് ആൻഡ് പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇതുപോലെ നമ്മൾ വരുന്ന അപ്ഡേറ്റുകൾ പ്രോപ്പറായിട്ട്, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിന് വരുന്ന അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ പണികൾ നമുക്ക് കിട്ടും. അത് ഐഫോണിൻ്റെ മാത്രം അല്ലെങ്കിൽ iOS അപ്ഡേറ്റിൻ്റെ മാത്രം കുഴപ്പമില്ല. ഈ പറഞ്ഞ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും അവരുടെ ഡെവലപ്പേഴ്സ് ഇതുപോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് റിലീസ് ചെയ്ത് കഴിയുമ്പം എല്ലാ ആപ്ലിക്കേഷൻസും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ആ പുതിയ വന്ന OS-ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി അത് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചെയ്യാതെ വരുമ്പോഴായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിന് ഇതുപോലത്തെ എന്തെങ്കിലും ബഗ്ഗൊക്കെ കാണിക്കേണ്ടി വരുന്നത്. പിന്നെ അങ്ങനെ ഡേ ടു ഡേ ആപ്ലിക്കേഷൻസിലോ അല്ലെങ്കിൽ യൂസേജിലോ ഒന്നും വേറെ ബഗ്ഗുകളൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വളരെ സ്മൂത്താണ്, ഓവറോൾ പെർഫോമൻസ് എല്ലാം സ്മൂത്താണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പം എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും 100% ആണ്. 66 സൈക്കിൾ കൗണ്ട് ഉണ്ട്. സോ ഒരു കുഴപ്പമില്ലാതെ തന്നെ ബാറ്ററി പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യം, ഓൾഡർ ജനറേഷൻ ഡിവൈസുകൾ യൂസ് ചെയ്യുന്നവർ, iPhone 11, 12, 13, 14, ഈവൻ 15 യൂസേഴ്സ് ആണെങ്കിലും ഈ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. നിങ്ങളുടെ ഓരോ വർഷം കഴിയും തോറും ബാറ്ററി ഡീഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും. സോ പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ പെർഫോമൻസ് ഇഷ്യൂ വന്നേക്കാം. അതായത് എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ലോഡ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും വ്യത്യാസം വന്നേക്കാം. അതുപോലെ തന്നെ ലാഗ് ഉണ്ടായേക്കാം, സ്റ്റക്കൊക്കെ ആയേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഈ ബാറ്ററി ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് ഒരു 80 അല്ലെങ്കിൽ 75% താഴെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബാറ്ററി റീപ്ലേസ് ചെയ്യുക. നിങ്ങൾക്കൊന്നെങ്കിൽ ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസിൽ പോയി ഒറിജിനൽ ബാറ്ററി റീപ്ലേസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഷോപ്പുകളിലും നമുക്ക് ഫുൾ സെൽ ബാറ്ററീസ് കിട്ടും. പിന്നെ നമുക്ക് തേർഡ് പാർട്ടി ഷോപ്പുകളിൽ പോയാൽ കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒറിജിനൽ ബാറ്ററി കൊടുക്കുന്നതിൻ്റെ ഫ്രാക്ഷൻ ഓഫ് എ പ്രൈസിൽ നമുക്ക് ഫുൾ സെൽ ബാറ്ററീസ് കിട്ടും. അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിലും നമുക്ക് ഈ ബാറ്ററി ഹെൽത്തും കാര്യങ്ങളൊക്കെ റിറ്റെയിൻ ചെയ്യാൻ സാധിക്കും. സോ ഈ പറഞ്ഞ 2 ഓപ്ഷൻസിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ബാറ്ററി റീപ്ലേസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പെർഫോമൻസിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. മൊത്തത്തിലുള്ള ഡിവൈസിൻ്റെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകും. പുതിയ ഒരു ബാറ്ററി വരുന്നതുകൊണ്ട് തന്നെ ഓവറോൾ ഡിവൈസിൻ്റെ പെർഫോമൻസിലും കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെ എൻ്റെ ഓവറോൾ യൂസേജിൽ, ഇപ്പോൾ ഫ്രൈഡേ ആണ് ഈ ഒരു അപ്ഡേറ്റ് വന്നത്, സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, എനിക്ക് ഓവറോൾ പെർഫോമൻസിൽ യാതൊരു കുഴപ്പവും, അതായത് ബാറ്ററിയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. നല്ല രീതിയിൽ ബാറ്ററി നിൽപ്പുണ്ട്. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ചാർജ് ചെയ്തത് വെനസ്ഡേ 11:50 ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 18 ഡിസംബർ 5:30 സോ അത്രയും നേരം ഇപ്പം സ്റ്റിൽ ബാറ്ററി എനിക്ക് 30% റിമെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ എൻ്റെ യൂസേജ് ഇവിടെ കാണാം, ആവറേജുമായിട്ട് എത്തുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഇന്നലെ 11:45 വരെ ചാർജ് ചെയ്തതാണ്. അവിടുന്ന് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. വലിയ കുഴപ്പമില്ല, എനിക്ക് ഈ ഫുൾ ഡേ പുഷ് ചെയ്യാൻ സാധിക്കും. കാരണം സ്റ്റിൽ 30% ബാറ്ററി റിമൈനിങ് ഉണ്ട്. എന്നാൽ ബാക്കിയുള്ള ഡിവൈസുകളിലേക്ക് വരും, പ്രത്യേകിച്ച് iPhone 15 സീരീസ്, 14, 13 സീരീസിലൊക്കെ യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്. കാരണം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിരവധി ഫീഡ്ബാക്ക് റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ചില യൂസേഴ്സിന് കുഴപ്പമൊന്നുമില്ല. കൂടുതൽ ആളുകളും റെസ്പോണ്ട് ചെയ്തേക്കുന്ന ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പായി, ബാറ്ററി ബാക്കപ്പ് കുറവാണ്, ഡിവൈസിൻ്റെ ഓവർ ഹീറ്റിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈസും ഉണ്ട്. നിരവധി യൂസേഴ്സിന് കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ യൂസ് ചെയ്യുന്നതുണ്ട്. അതുപോലെ മറ്റ് ചില ബഗ്ഗുകളെ പറ്റിയും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലത്തുള്ള ഫീഡ്ബാക്ക്
നമുക്ക് എപ്പോഴും നല്ലൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ ഫോളോവേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ പ്രോപ്പറായിട്ട് യൂസേഴ്സ് ഫേസ് ചെയ്യുന്ന ബഗ്ഗുകളെ പറ്റി അറിയാനും അതിനുള്ള സൊല്യൂഷൻസ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനും സാധിക്കുന്നതാണ്. സോ കൃത്യമായിട്ട് നിങ്ങൾ സൊല്യൂഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വ്യത്യാസങ്ങളുണ്ടാകും. സോ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ബാറ്ററി ഹെൽത്ത് കുറയുന്നു എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യുന്നവരോട് എനിക്ക് ഒറ്റ ഉത്തരേ പറയാനുള്ളൂ. നിങ്ങളുടെ ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് കുറയാതെ ഇരിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ വാങ്ങിയ ഫോൺ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ. കാരണം ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബാറ്ററി ഹെൽത്ത് കുറയും. ഐഫോണിൽ നമുക്ക് കൃത്യമായിട്ട് ബാറ്ററി ഹെൽത്തിനെ ട്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്യും. മറ്റുള്ള ഡിവൈസുകളിൽ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. വർഷങ്ങൾ യൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ബാറ്ററി ഹെൽത്തിൽ ഡീഗ്രഡേഷൻ ഉണ്ടാകും. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ പ്രോപ്പറായിട്ട് ചാർജ് ചെയ്യാം, എങ്ങനെ ബാറ്ററി ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിനുള്ള കുറച്ച് പൊടിക്കൈകൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോസിലൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ബാറ്ററി ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നീട് യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങളുടെ വൈഫൈ അല്ലെങ്കിൽ സെല്ലുലാർ നെറ്റ്വർക്ക് ഡ്രോപ്പ് ആകുന്നു, ഇടയ്ക്കിടയ്ക്ക് ഡ്രോപ്പ് ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ജനറൽസിൽ ഏറ്റവും താഴെ ട്രാൻസ്ഫർ ഓർ റീസെറ്റ് ഓപ്ഷൻ ഉണ്ട്. റീസെറ്റിൽ പോയിട്ട് റീസെറ്റ് നെറ്റ്വർക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫോൺ ഇ-സിം ആണെങ്കിലും, ഞാൻ യൂസ് ചെയ്യുന്ന ഇ-സിം ആണെങ്കിലും ഈ സിം ഡിലീറ്റ് ആയി പോവുകയോ ഒന്നും ചെയ്യത്തില്ല. നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട ബഗ്ഗുകളൊക്കെ ഫിക്സ് ആകുന്നതായിരിക്കാം. ഒരു 90% ഇത് ഫിക്സ് ആകാനുള്ള ചാൻസ് ആണ്. പിന്നീട് ഫിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുന്നേ നമ്മളുടെ ഡാറ്റ, യൂസർ ഡാറ്റ ബാക്കപ്പ് ചെയ്ത് വെക്കണം. അതിനുശേഷം സോഫ്റ്റ്വെയർ കംപ്ലീറ്റ്ലി ഒന്ന് റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. 3, റീസെൻറ്റ് ടാബ്. നമ്മുടെ ഫോൺ ആപ്പിലെ റീസെൻറ്റ് ടാബ് ഓപ്പൺ ചെയ്യുമ്പം അതിൽ ഈ റീസെൻറ്റ് കോൾ ലിസ്റ്റുകളൊന്നും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ കോൾ ലിസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സ്ലൈഡ് ഡിലേ ഒക്കെ വരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഫോട്ടോസ് ആപ്പിൽ എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഡിവൈസ് സ്റ്റക്കായി നിൽക്കുക, നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഡിവൈസ് ബാക്കിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു അവസരത്തിൽ മാത്രം നിങ്ങൾ ഫോഴ്സ് റീസ്റ്റാർട്ട് ചെയ്യുക. വോളിയം റോക്കറിലെ ഏതെങ്കിലും ഒരു ബട്ടണും അതോടൊപ്പം പവർ ബട്ടണും കൂടെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഒരു 10 അല്ലെങ്കിൽ 15 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഡിവൈസ് റീബൂട്ട് ആവും, അല്ലെങ്കിൽ ഫോഴ്സ് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഡിവൈസ് ഓണായി വരുന്നതായിരിക്കും. അത് ചെയ്യാം. അത് സ്റ്റക്ക് ആവുന്ന സമയത്ത്, ഇനി അതല്ല എന്തെങ്കിലും ലാഗോ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയ ബഗ്ഗുകളോ ഗ്ലിച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ ഡിവൈസ് വെറുതെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. റീസ്റ്റാർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒന്നെങ്കിൽ സിറിയോട് നിങ്ങൾക്ക് പറയാം റീസ്റ്റാർട്ട് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കൺട്രോൾ സെൻറ്ററിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് റീസ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. അതിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈഡ് ടു പവർ ഓഫ് കൊടുത്ത് നമുക്ക് ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്ഡേറ്റ് ചെയ്യാൻ ആളുകളെ പേടിപ്പിക്കുന്ന 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, 1 ഡിസ്പ്ലേ ഇഷ്യൂ, 2 ബാറ്ററി ഡ്രെയിനിങ്. ബാറ്ററി ഡ്രെയിനിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പല വീഡിയോയിലും ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഡിവൈസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 to 3 അല്ലെങ്കിൽ 4 ഡേയ്സിലേക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇൻഡെക്സിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. ഈ ഒരു പ്രോസസ്സിൻ്റെ ടൈമിൽ ഡിവൈസിലെ പല കാര്യങ്ങളും ചെക്ക് ചെയ്യും ഓട്ടോമാറ്റിക്കലി. നമ്മൾ അറിയത്തില്ല ആ പ്രോസസ്സ്. ആ ടൈമിൽ നമ്മുടെ ബാറ്ററി കണ്ടിന്യൂസ്ലി ഡ്രെയിൻ ആവും. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പോലെ അല്ല, ആ ടൈമിൽ കൂടുതൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് തന്നെ, ഈ പ്രോസസ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് കാണുന്നൊന്നുമില്ല. ഈ പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുവാണ്. ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനോ പോസ് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല. അതുകൊണ്ട് ഒരു 2 to 4 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് നിങ്ങൾ ടൈം കൊടുക്കുക എല്ലാ അപ്ഡേറ്റിന് ശേഷം. അതിനുശേഷം നിങ്ങൾക്ക് ബാറ്ററി ട്രെയിൻ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡിവൈസ് നിങ്ങൾ റീസെറ്റ് ചെയ്യുന്നു. ഡിവൈസ് സെറ്റിംഗ്സിൽ പോവുക, ജനറൽസിൽ റീസെറ്റ് ഓപ്ഷനിൽ പോയിട്ട്, മുന്നേ കാണിച്ചത് റീസെറ്റ് നെറ്റ്വർക്ക് സെറ്റിംഗ്സ് ആയിരുന്നു, ഇതല്ല, അതിന് പകരം ഏറ്റവും ആദ്യത്തെ റീസെറ്റ് ഓൾ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് തന്നെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്താൽ ഫോണിലെ ഡാറ്റ ഒന്നും പോകത്തില്ല, സെറ്റിംഗ്സ് മാത്രം റീസെറ്റ് ആകത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ വൈഫൈ പാസ്വേഡുകളൊക്കെ റീസെറ്റ് ആവും. അതുപോലെ നമ്മളുടെ ഫേസ് ID ചേഞ്ച് ആവും. പ്രൈവസി സെറ്റിംഗ്സ് ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷനിൽ ലൊക്കേഷൻ സർവീസിനകത്ത് ഈ ഒരു സെറ്റിംഗ്സും സിസ്റ്റം സർവീസിനകത്ത് ഈ ഓപ്ഷൻസും എല്ലാം ചേഞ്ച് ആവും. സോ ഡിസേബിൾ ചെയ്യേണ്ട ഓപ്ഷൻസ് എല്ലാം ഡിസേബിൾ ചെയ്ത് വെക്കുക. ഈ ഒരു കാര്യം ചെയ്ത് നോക്കാമെന്നാണ്. എക്സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ടൈം ഒന്ന് കൊടുക്കുക. യൂഷ്വലി ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ ടൈം ഒന്ന് കൊടുക്കുക. മിക്കവാറും ഇത് ഓട്ടോമാറ്റിക്കലി ഈ ഇൻഡെക്സിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഫിക്സ് ആവുന്നതാണ്. സോ ടൈം കൊടുത്താൽ മാത്രം മതി. പിന്നെ കൂടുതൽ എനിക്ക് കംപ്ലയിൻറ്റ് വന്നൊരു കാര്യം, ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി ഇങ്ങനൊരു ഓപ്ഷനെ ചിലവർക്ക് കാണിക്കുന്നില്ല. ഇനി ഉള്ള ഡിവൈസിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാനുള്ള ടോഗിളെ കാണിക്കുന്നില്ല. ഇപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണുന്നത്. ഇപ്പം ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി എനിക്കിവിടെ എനേബിൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് താഴെ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാനിവിടെ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഫോണിലെ മൊത്തത്തിലുള്ള ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഇംഗ്ലീഷാണ്. പക്ഷേ സിറിയിൽ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷാണ്. ഈ ഒരു റീസൺ കൊണ്ടാണ് എനിക്കിത് വർക്കാത്തത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനത് US ഇംഗ്ലീഷിലേക്ക് മാറ്റുവാണ്. മാറ്റി കഴിയുമ്പം നിങ്ങൾക്ക് പതുക്കെ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഓപ്ഷൻ ഇപ്പോൾ എനേബിൾ ആയിട്ടുണ്ട്. ഇത് ഇവിടുന്ന് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് ആകത്തില്ല. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം പഴയ സിറിയാണ് വരുന്നത്. ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് വൈഫൈ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ മോഡൽസ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യമാണ്. അത് ചെയ്ത് കഴിയുമ്പം നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. പിന്നെ ഫേസ് ID ബന്ധപ്പെട്ട
കുറച്ച് ഇഷ്യൂസ്. ഫേസ് ഐ ഡി നിങ്ങൾക്കിപ്പം വർക്ക് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ട്രൂ ഡെപ്ത് സെൻസർ, ക്യാമറയിലെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയുടെ ട്രൂ ഡെപ്ത് സെൻസർ വർക്ക് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഫ്രണ്ട് ക്യാമറ എടുക്കുക, അതിലേക്ക് പോയിട്ട് പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ എടുക്കുക. അതിൽ നമ്മളെ കാണിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ബ്ലർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ട്രൂ ഡെപ്ത് സെൻസറിന് എന്തോ കംപ്ലയിൻ്റ് ഉണ്ട്, ചെറിയൊരു ഹാർഡ്വെയർ കംപ്ലയിൻ്റ് ആണ്, അത് തേർഡ് പാർട്ടി ഷോപ്പിലൂടെ നമുക്ക് സർവീസ് ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല, സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള എന്തെങ്കിലും ബഗ്ഗാണ് എന്നുണ്ടെങ്കിൽ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ മതി, അത് ഫിക്സ് ആവുന്നതാണ്. പിന്നെ ചില യൂസേഴ്സ് പറഞ്ഞു ഫേസ് ഐ ഡി അൺലോക്ക് ആകുമ്പം ലാഗ് ഉണ്ട് അല്ലെങ്കിൽ സ്ലോ ആണ്, അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ചിലപ്പം ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ചിലപ്പം ഫിക്സ് ആവുന്നതായിരിക്കും. സോ ഓവറോൾ പെർഫോമൻസ് ആൻഡ് ബാറ്ററി വൈസ് ഈ ഒരു അപ്ഡേറ്റ് മികച്ച അപ്ഡേറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് പുതിയ സീരീസുകളിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ തന്നെ ഈ ഒരു അപ്ഡേറ്റ് പോകുന്നുണ്ട്. സോ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോഴും പല യൂസേഴ്സിനെയും പേടിപ്പിക്കുന്ന ഒരു കാര്യം, അപ്ഡേറ്റ് ചെയ്താൽ ഡിസ്പ്ലേ അടിച്ച് പോകും, ചില യൂസേഴ്സിന് ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. ഇതിനെപ്പറ്റി റീസെൻ്റ്ലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ സ്ക്രീൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, എങ്ങനെ നമുക്കത് പരിഹരിക്കാം എന്നതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഈവൻ ദോ അപ്ഡേറ്റ് ചെയ്ത് നമ്മളുടെ ഫോൺ ഗ്രീൻ സ്ക്രീൻ ആയാൽ ആപ്പിൾ ഇപ്പോഴും ഫ്രീ റീപ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവറോൾ OS പതുക്കെ സ്റ്റേബിൾ ആവുന്നുണ്ട്, പ്രത്യേകിച്ച് ഫ്ലൂയിഡ് ആയിട്ടുള്ള ആനിമേഷൻസ്, അതോടൊപ്പം ഈ പറഞ്ഞ ലിക്വിഡ് ഗ്ലാസിൻ്റെ ആനിമേഷൻസ്, ട്രാൻസിഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും 26.2 ചെയ്യുക. പ്രീവിയസ് അപ്ഡേറ്റിൽ എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് iTunes ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അതും എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. Catch you as the next one. Until then, peace.